ഇന്ന് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന പഞ്ചായത്തിനുള്ളിൽ ഉള്ള ഒരു പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പുഷ്പമേളയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുഷ്പമേള ഇവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ എന്നാണ് ഒരു കുതിര ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്തായാലും ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം, നല്ല കട്ടൗട്ടുകളൊക്കെ ഇവിടുത്തെ പ്രധാന ആൾക്കാർ, സ്പോൺസേഴ്സിൻ്റെ ഒക്കെ മുത്തൂറ്റ് സ്പോൺസേഴ്സാണ്. മുത്തൂറ്റ് ഗ്രൂപ്പ് അവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസേഴ്സും ഫുട്ബോൾ ടീമിൻ്റെ സ്പോൺസേഴ്സും ഒക്കെ ആയിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. പാസ്സുണ്ട്, ചെറിയ പാസ് തുകയുള്ളൂ. ഇവിടെ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു എംബ്ലമായിട്ട് വരുന്നതാണ് സാറിന് ആന. അങ്ങനെ ആയിരിക്കാം ഇവിടെ വന്നതെന്ന് കരുതുന്നു. എന്തായാലും അല്ലെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുള്ള ആനയുടെ ഒരു വലിയ കട്ടൗട്ട് 3 എണ്ണം ഉണ്ട്. സെൽഫിയൊക്കെ എടുത്തു ഓരോരുത്തരായി ഞങ്ങൾ. നല്ല ഭംഗിയുണ്ട്, നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ആനയുടെ കട്ടൗട്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഫ്ലവറുകളൊക്കെ വളരെ വൈവിധ്യമാർന്ന ഫ്ലവറുകളുടെ ഒരു ശേഖരം തന്നെ ലോണൊക്കെ വിരിച്ച സ്ഥലത്ത് ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. നാടൻ പൂക്കളായിട്ട് ധാരാളം ഇങ്ങനെ ചെറിയ പൂക്കൾ. ഒന്നിൻ്റെ പേര് വശമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കുക. ഇതൊക്കെ ധാരാളമായിട്ട് നമ്മൾ കാണുന്ന പൂക്കളൊക്കെ തന്നെയാണ്. ചെറിയ പൂക്കളാണെങ്കിൽ അത് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ഓവറോൾ ഒന്ന് നോക്കി എവിടെ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്ന്. വളരെ ചെറിയ സ്ഥലത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഭംഗിയായിട്ട്. ഇത് ഒരു പഞ്ചായത്ത് സ്റ്റേഡിയമാണ്, അതിനകത്താണ് എല്ലാം വിരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കൊച്ചു പൂക്കൾ ഇങ്ങനെ ഇതിൻ്റെ നടുക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസാണ്. അതൊരു രസമാണ്, ഭംഗിയാണ് കാണാനും. കാഴ്ചയ്ക്കൊരു കുളിർമ കണ്ണിന്. അങ്ങ് ദൂരെ കുറച്ച് അകലെയായിട്ട് ഒരു കാളവണ്ടി, പഴയ കാളവണ്ടി പെയിൻ്റൊക്കെ അടിച്ച്, അത് കാളവണ്ടിയുടെ ഒരു കട്ടൗട്ടാണ്. കാളവണ്ടിയാന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് വളരെ രസമുണ്ട് കാണാനായിട്ട്. മുകളിൽ നിന്ന് ഉള്ളൊരു കാഴ്ച കൊച്ചു കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന. ഇതൊരു കെട്ടുവള്ളത്തിൻ്റെ മോഡലിൽ എല്ലാം കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ചെടികളൊക്കെ ഇവിടെ ധാരാളം പൂക്കൾ, വളരെ വെറൈറ്റി കാണാൻ സാധിച്ചു. ഇവിടെ ഒത്തിരി ധാരാളം പൂക്കൾ, നാടൻ പൂക്കൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത പൂക്കൾ ഒക്കെ, ചെറിയ പൂക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന പൂക്കളുടെ വലിയ ശേഖരവുമായിട്ടാണ് ഇവിടെ പുഷ്പമേള നടക്കുന്നത്. ഇത് എല്ലാവരും വന്ന് കാണേണ്ട പുഷ്പമേള തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പടം മിസസ് കെ.എം. മാത്യു, വനിത എന്ന് പറയുന്ന പ്രശസ്ത പബ്ലിക്കേഷൻ ഗ്രൂപ്പിൻ്റെ, മലയാള മനോരമ പബ്ലിക്കേഷൻ ഗ്രൂപ്പിൻ്റെ വനിതയുടെ ചീഫ് എഡിറ്ററായിരുന്ന മിസസ് കെ.എം. മാത്യുവിൻ്റെ പടമാണിപ്പോൾ കണ്ടത്. അപ്പുറത്ത് നല്ല അലങ്കാരികമായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ചെറിയൊരു ബ്രിഡ്ജ്. അതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സെൽഫി പോയിൻറ്റ്സുകളൊക്കെയാണ് ഇതൊക്കെ. ഇവിടെ ഒരു ചെറിയ ഫൗണ്ടൈൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പാടില്ലാന്ന് തോന്നുന്നു. അതുപോലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം, ഒരു ഹിൽ സ്റ്റേഷൻ പോലെ തോന്നി. അതിൻ്റെ ഒരു മിനിയേച്ചർ ഞങ്ങൾ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അതായത് കുട്ടിക്കാനം വഴി ഞങ്ങൾ വാഗമണ്ണ് പോയപ്പോൾ അതുപോലുള്ള ഒരു തേയിലത്തോട്ടോ എന്തൊക്കെയോ ഒരു തോന്നൽ അവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തടിയിലുണ്ടാക്കി പുഷ്പാലങ്കൃതമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ധാരാളം പേർക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ ഷൂട്ട് ചെയ്യാനും പറ്റിയ ഒരു അവസരമാണ്. വളരെ അധികം പേര് ഇവിടെ ഉണ്ടായത്. ഞങ്ങൾ ക്യൂവിൽ നിന്നാണ്. മോള് ഞങ്ങൾക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്യുകയാണ്, വീഡിയോ എടുത്തു. ഇവിടെ ഒരു താമരക്കുളം, അമ്പൽക്കുളം പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭംഗിയായിട്ട്. ഇപ്പം ചെറിയൊരു വെള്ളച്ചാട്ടവും കൂടി, ഒരു അരുവി. മുന്നോട്ട് പോകുമ്പം ഇനിയും കാണാനുണ്ട്. ഉള്ളിൽ മറ്റ് പല സ്റ്റോളുകളും ഒക്കെ ഉണ്ട്. മുമ്പേ ദൂരെ കണ്ട ആ കാളവണ്ടിയുടെ മിനിയേച്ചർ, കൊട്ട, വട്ടി എല്ലാം ഉണ്ട്. തനി നാടൻ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതും കടന്ന് മുന്നോട്ട് പോകണം. ഇവിടെ വിത്തുകൾ, പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുടെ വിത്തുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പാണ്.
പലതും നോക്കിക്കൊണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഇവിടെ പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ ഒരു ദീനോസറും മോതലയും ക്രൊക്കഡൈൽ രണ്ടിനെയും കാണിച്ചിട്ടുണ്ട്. ക്രൊക്കഡൈൽ പാവയ്ക്ക കൊണ്ടുണ്ടാക്കിയത്, പഴുത്തവും പച്ചയായിട്ടുള്ള പാവയ്ക്ക, പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ അങ്ങനെ മോഡലുകൾ. അത് രസമുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ പെട്ടി, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില പെട്ടികൾ, അതിൻ്റെ അലങ്കാരികമായിട്ട് പൂക്കൾ കൊണ്ട് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ഫ്ലവർ വേസ് എല്ലാം നാടനും പുതുമയും ചേർന്ന അവതരണങ്ങളാണ്. എല്ലാം നന്നായിട്ടുണ്ട്. മുമ്പേ കണ്ട ആ ഒരു ഭാഗം, ദിനോസറും മുതലേ നിൽക്കുന്ന ഭാഗം ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ കൂടെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഞങ്ങൾ വേറൊരു സെഷനിൽ വന്നു. ഇവിടെ തടിയിൽ ഉണ്ടാക്കിയ ഫർണിച്ചറുകളാണ്, ഭംഗിയുണ്ട് കാണാൻ. ശ്രീവ ലൈഫ് സ്റ്റൈൽ ഫർണിച്ചർ എങ്ങനെയുണ്ടെന്നറിയില്ല, വില ചോദിച്ചു കളയാം. ഡബിൾ കോട്ട് ഇതിനൊക്കെ എന്താ വില എഴുതി വെച്ചിട്ടില്ലല്ലേ, പറയുകയാണ്. മൊത്തം സെറ്റ് ആണെങ്കിൽ 69 ഡബിൾ കോട്ട് ഇത് ബെഡ് മൊത്തം സെറ്റ് ആയിട്ടാണ്, കബോർഡ് ഉൾപ്പെടെയാണോ പറഞ്ഞത്? എത്ര? ഈ കണ്ട കബോർഡും അവിടെ സൈഡിൽ കണ്ട ബെഡും കൂടാണ് അത്രയും വില പറഞ്ഞത്. കുഴപ്പമില്ല, അത് ലാഭമായിട്ട് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് മുതലാണ്. ഇതൊരു പ്രത്യേക സംഭവമായി തോന്നി. അക്യുപ്രഷർ പോയിൻ്റ് നോക്കി നമുക്കിങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യം. അതുപോലെ ഇവിടെ കൈനോട്ടം ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. അപ്പോൾ ഈ കൈനോട്ടക്കാരും ഇതുപോലുള്ള ആൾക്കാരും ഒക്കെ നല്ല വാചക കസർത്തായിരിക്കും. അദ്ദേഹം വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇത് മോട്ടോർ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് അക്യുപ്രഷർ പോയിൻ്റ്. നമുക്ക് അക്യുപ്രഷർ കൊടുക്കുന്ന പോയിൻറ്റ്സ് നോക്കി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ട്രയലാണെങ്കിൽ കാണിക്കുന്നത്. നല്ല രസമുണ്ട് സംഗതി. പക്ഷേ 2990 രൂപയാണെന്ന് തോന്നുന്നു വില. രക്തയോട്ടം വർദ്ധിപ്പിക്കാമെന്നും നമുക്ക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താമെന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് സംഗതിയൊക്കെ ഉണ്ട് അതിനകത്ത്, ഇല്ലെന്നില്ല. വാങ്ങുന്നവർക്ക് 2,900 രൂപ അത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ 500 രൂപ 3 വർഷം എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്, 10 വർഷം ലൈഫാണ്. ഓരോന്നും ഇവിടെ എയർ കൂളർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചൂട് കൂടുതലുള്ള സമയമാണ്. ഇവിടെയൊക്കെ 35 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. പിന്നെ അച്ചാറുകളുടെ സെക്ഷനും ഒക്കെ ആയിട്ട് ഒരു വശത്ത് പല ടൈപ്പുള്ള അച്ചാറുകളും ഒക്കെ ഉണ്ട്. എല്ലാം അത് തന്നെയാണ്, ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. കൈത്തറിയാ ഇതിനകത്ത് എന്താ ചേരുവ? ഈ കുഴിനകത്തിൻ്റെ കമ്പനിയുടെ അതെയോ? എത്ര ഇതിന്? 70 ഒരെണ്ണം. ഇപ്പോഴത്തെ ചൂടുവെള്ളം കൊണ്ട് കഴുകി തുടച്ചിട്ട് ഇതിൽ നിന്ന് നേരിട്ട് ഒരു തുള്ളി ഇട്ട് കൊടുക്കും. ഇവിടെ ചെന്നാൽ ഈ കോഴിക്കോടൻ ഹലുവയുടെ ഒരു സെക്ഷൻ കാണും. തീർച്ചയായിട്ടും വെറൈറ്റി ഹലുവാസ് അവർ ഉണ്ടാക്കുന്നതുകൊണ്ട് കോഴിക്കോടൻ ഹലുവ ടേസ്റ്റിയുമാണ്. പക്ഷേ പലതരത്തിലുള്ള എണ്ണ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് നോക്കിയാലേ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയുള്ള ഈ മൊബൈലിൻ്റെ ചെറിയ ചെറിയ ആക്സസറി പോയിൻ്റ് സാധനങ്ങൾ, അതിൻ്റെ കവറ്, അതായത് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ, അതൊക്കെ വില കുറച്ചിവിടെ കിട്ടും. കാരണം ഇങ്ങനെയുള്ള സ്റ്റോളുകളിൽ അവർ ബാർഗെയിൻ വില കുറച്ചൊക്കെ കിട്ടും.
അപ്പോൾ കണ്ടത് ഇത് ഒരു പ്രത്യേക ഐറ്റമായിട്ട് തോന്നി. അത് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് കൊണ്ടുവരും ഒറിജിനൽ സാധനം. ഇതുപോലെ പച്ചക്കറി, ബീട്രൂട്ട്, ഇങ്ങനെ പപ്പടം എന്നുള്ള പേര് കൊടുത്തിട്ട് ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയി ബാം, അതുപോലെയൊക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ ഫ്ലവർ വേസിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള ചെടി ഐറ്റംസൊക്കെ മറ്റ് മെറ്റീരിയൽസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ് മെറ്റീരിയൽസ്, ഇങ്ങനെ ധാരാളം. പിന്നെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്കുള്ളത്, പിന്നെ ലേഡീസിനുള്ള ഐറ്റംസ് കൂടുതലും. അതെല്ലാ എക്സിബിഷൻ ഇതുപോലുള്ള ഷോകളിൽ, ഫ്ലവർ ഷോകളിലും ഒക്കെ കാണും ഇങ്ങനെയുള്ള സ്റ്റോളുകൾ ധാരാളം. മുന്നോട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ അവിടെ എന്തെങ്കിലും കഴിക്കുവാനുള്ള സ്റ്റോള്, ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കുകയാണ്. ഇപ്പുറത്ത് വേറൊരു സാധനം കണ്ടു. ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. ഒരു കമ്പി പോലെ ഇങ്ങനെ നീട്ടി നമുക്കത് വെക്കാം, അത് ഫിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പൊടിയൊക്കെ തട്ടിക്കളയാവുന്ന പരുവത്തിലുള്ള, അത് നന്നായിട്ട് തോന്നി. അതൊക്കെ എല്ലാവരും പ്രയോജനപ്പെടുന്ന സാധനങ്ങളാണ്. വലിയ വിലയൊന്നും അവർ പറയുന്നില്ല. 199 രൂപ മറ്റേ പറയുന്നുള്ളൂ. പച്ചമരുന്നും ശർക്കരയും ചേർത്തുള്ള കൂട്ടുകളൊക്കെയാണ്. ഇത് തൊണ്ടവേദനയ്ക്ക് അതുപോലുള്ള വൈറ്റ് അസുഖങ്ങൾക്ക് പറ്റിയ സാധനങ്ങളാണ്. അത് ഈ ആദിവാസി ഗ്രൂപ്പുകൾ പോലുള്ള അതുപോലുള്ളൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നു മുമ്പ് കണ്ടതും. ഇപ്പോൾ കണ്ടതിന് ശേഷവും ഈ ലൈനിലൊക്കെ അതൊക്കെ തന്നെയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നാണ്. ഇത് നാഗ്പൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദിവാസി കോളനിയിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കാം. അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ തരും. മറ്റൊരു ഉപയോഗപ്രദമായ ശേഖരം കണ്ടു. ഇവിടെ ഇതുപോലെ കപ്പുകളും ഇതിലൊക്കെ സെറാമിക്കിലുണ്ടാക്കിയ അതുപോലുള്ള ഇതിലൊക്കെ ഉണ്ടാക്കിയ ഗ്ലാസ് അതുപോലുള്ള ഐറ്റംസൊക്കെ, ഇതൊക്കെ കൊള്ളാം, ഉപയോഗപ്രദമാണ്, വളരെ വിലക്കുറവാണ്. മൂന്നാറ്റിയുടെ ഒരു കേന്ദ്രം കണ്ടു, ഒരു സ്റ്റാള് കണ്ടു. പിന്നെ വിവിധതരം ഫ്രൂട്ടുകൾ കൊണ്ടുണ്ടാക്കുന്ന സർബത്തുകൾ, അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന, അതുപോലെ ക്രഷ് ഉണ്ടാക്കുന്ന അതുപോലുള്ള കുപ്പിയിൽ നിറച്ച സാധനങ്ങളൊക്കെ കണ്ടു. നെല്ലിക്ക, എല്ലാത്തരം ജ്യൂസുകളും ഉണ്ട്. ഔഷധ ഗുണമുള്ള കാര്യങ്ങളൊക്കെയാണെല്ലാം. വൈവിധ്യമാർന്ന അച്ചാറുകളുടെ എല്ലാ തരവുമുണ്ട്. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അതൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റാൾ ഇതുപോലെ എക്സിബിഷൻസിലൊക്കെ കാണാറുള്ളത് തന്നെ. പിന്നെ നേരെ എത്തിച്ചേർന്ന വിശാലമായിട്ടുള്ള സ്ഥലം ഫുഡ് സ്റ്റാളുകളാണ്. ഒക്കെ നാടൻ ഭക്ഷണങ്ങളും അല്ലാത്തതും ഒക്കെ ഉണ്ട്. നമ്മളൊന്ന് നോക്കുകയാണ്, തിരയുകയാണ് എന്താ കഴിക്കാൻ പറ്റുന്നതെന്ന്. ഇവിടെ മത്സ്യവിഭവങ്ങളൊക്കെ കണ്ടു. അതുപോലെ ഇത് ഉണ്ടോ, നമുക്ക് കുടുംബശ്രീയുടെ സ്റ്റാളായിട്ടാണ് തോന്നിയത്. അതെ, കുടുംബശ്രീയുടെ സ്റ്റാളാണ്. ബിരിയാണി അതുപോലുള്ള കപ്പ, മീൻകറി ഒക്കെ ഉണ്ട്. പൊറോട്ട, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്കിതൊന്നും വേണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം, ലഘുഭക്ഷണം. പക്ഷേ ഇവിടെ അതുപടിയുള്ള വിശാലമായ സൗകര്യം. ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്, കലാപരിപാടികളൊക്കെ. വൈകിട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു പ്രോഗ്രാംസ് എന്ന് തന്നെ പറയാം. എനിക്ക് എല്ലാ സ്റ്റോളുകളിലും ഇനി കയറി എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് യാത്രയാകും. ഞങ്ങളും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ കഴിക്കേണ്ടതെന്ന്. അപ്പം നോക്കിയപ്പം അങ്ങനെ നോക്കി വന്നപ്പോൾ ഇതാ ഇവിടെ പാനിപ്പൂരി. ഇതൊക്കെ നമ്മളെ ഇപ്പോൾ കോമൺ ആയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം സ്റ്റാളുകളും എക്സിബിഷനൊക്കെ നടക്കുന്നിടത്ത് കിട്ടുന്നുണ്ട്. നല്ല പാനിപ്പൂരി തന്നെയാണ്. ഞങ്ങൾ കഴിച്ച് നോക്കി. ആദ്യം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ലതാണെന്ന്. അതിൻ്റെ പാനി ആണ് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സാധനം. അതായത് മല്ലിയിലയും എല്ലാം കൂടി ചതച്ച് പാനി, പുളി, എല്ലാവരും കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ദാഹം തീർക്കാനായിട്ട്. കാരണം ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 6-7 മണിയായിരുന്നു. ഇപ്പോൾ 9 മണി ആകുന്നു. നല്ല ദാഹമുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണവും കഴിക്കണമല്ലോ. അപ്പം സോഡാ നാരങ്ങ എവിടെ പോയാലും ഏത് പരിപാടിക്ക് പോയാലും ഞങ്ങൾ സോഡാ നാരങ്ങ അന്വേഷിക്കും. നല്ല സോഡാ നാരങ്ങ കിട്ടി. അത് നല്ല ഫ്രഷായിട്ട് കുടിച്ച് ദാഹം തീർത്ത് ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. പുഷ്പമേള ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കോഴഞ്ചേരിയിലെ പുഷ്പമേളയ്ക്ക് എല്ലാവരും പോയി കാണുക. ഇനി 3-4 ദിവസം കൂടെ ബാക്കിയുള്ളൂ.